നമ്മൾ രണ്ടാമത്തെ തവണ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് പോക്കാണ്. നമ്മൾ ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ പോക്കാണ്, അല്ല ലഗേജ് കൊടുക്കാൻ പോക്കാണ്. നമ്മൾ ലൈനിൽ ഇങ്ങനെ പോയി നമ്മൾ ലഗേജ് വെക്കും, എന്നിട്ട് ഇങ്ങനെ അവർ കൊണ്ടുപോവുക ചെയ്യുന്നത്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അവരെല്ലാം കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ കട്ട്ലേറ്റ് തിന്നുന്നതാണ്, ചിക്കൻ കട്ട്ലേറ്റാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ തിന്നുന്നത്. ഇവരൊക്കെ ഇരുന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ട കുറേ ബേക്കറി എന്തെല്ലോ പേടിയുണ്ട്. ഞാൻ അമ്മേനെ പേരെ ഫോട്ടോ എടുക്കുന്നതാണ്. ഇതാ കണ്ടോ ഗായ്സ്, ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ല? മുംബൈ പോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ ആ ചിത്രമാണത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിൽ കയറാൻ പോക്കാണ്. നമ്മൾ ബസ്സിൽ അങ്ങനെ പോക്കാണ്. ഫ്ലൈറ്റിലെത്തി, ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറ്റലാണ്. സീരിയൽ ഫ്ലൈറ്റാണ്, കുഞ്ഞ് ഫ്ലൈറ്റാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റിലും കയറും, അന്നേരം അത് വലുതായിരിക്കും. നമ്മളങ്ങനെ ഉള്ളിൽ കയറലാണ് ഗായ്സ്. എല്ലാവരും ഇൻഡിഗോയിലാണ് നമ്മൾ പോകുന്നത്. ഗായ്സ് ഇൻഡിഗോയിൽ നമ്മൾ കയറലാണ് ഗായ്സ്. നമ്മളങ്ങനെ ഉള്ളിലാണ് ഗായ്സ് ഉള്ളത്. നല്ല വ്യൂ ഉണ്ട്. കയറിയപ്പാടും ഇനി കുറച്ചും കൂടി മേലെത്തിയാൽ മേഘ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ. അങ്ങനെ നമ്മൾ അടുത്ത എയർപോർട്ട് കൊച്ചി എയർപോർട്ടിലെത്തിയിട്ടാണുള്ളത്. നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോക്കാണ്. ഇത് കുറച്ചും കൂടി വലിയ ഫ്ലൈറ്റാണ്, ഇതും ഇൻഡിഗോ തന്നെയാണ്. നമ്മളങ്ങനെ കയറാൻ പോക്കാണ് ഗൈസ്. കണ്ടോ, അതിലേ കൂടിയാണ് നമ്മൾ കയറേണ്ടത്. നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആകാശത്തെത്തിയിട്ടാണുള്ളത്. ആകാശം നല്ല ഇതാണ്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയേനു, അത് കേബിൻ ക്രൂ തന്നതാണ്. കണ്ടോ, കുറേ ചോക്ലേറ്റ് എല്ലാം ഉണ്ടേനു. ഞാൻ ഇപ്പുറത്തെത്തിയിട്ട് നമ്മൾ ലഗേജ് പരതലാണ്. നമ്മളെ വരുന്നേ ഇല്ല. നമ്മൾ കുറേ നേരം കിട്ടി എന്നിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എലവേറ്ററിൽ മേലെ പോക്കാണ്. എന്നിട്ട് നമ്മൾ പുറത്ത് പോവാൻ കുറച്ച് പോകണം, എന്നാലേ പുറത്തെത്തു. ഹൈദരാബാദാണ് എത്തിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഉന്തി കൊണ്ടുപോക്കാണ്. ഇതാ ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഞാൻ അതിനകത്ത് കയറണമെന്ന് വിചാരിക്കലാണ്, പക്ഷെ അത് അവർക്ക് കൊണ്ടുപോകാനുള്ളത്. നമ്മളങ്ങനെ അതിനേച്ച് ഞാനും കൂടി രണ്ട് ഇതിൽ എല്ലാ ലഗേജും കയറ്റി കൊണ്ടുപോകലാണ്. ഞാൻ ഒരേ ഓട്ടമാണ്. പുറത്ത് നമ്മളൊരു ട്രാവലറിനെ ആക്കിനി, ആടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാ ഇവിടെ എല്ലാവരും ഉണ്ട്, കണ്ടോ, എല്ലാവരും ഉണ്ട്. നിവേദൊക്കെ ഉണ്ട്, മാളുണ്ട്. ഇതാ നമ്മളങ്ങനെ പുറത്തെത്തിയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ ട്രാവലറിൻ്റെ പരിധി പോക്കാണ്. ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ നയനേച്ചി ഉന്തിക്കൊണ്ടുവന്ന സാധനത്തിന് ഇവിടെ കയറിയിട്ടാണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. ഗായ്സ് നമ്മളങ്ങനെ പോക്കാണ്. ഫ്ലൈറ്റിൽ ഇവിടെ ഹൈദരാബാദ് എത്തിയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കാണിക്കും, അത് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും നോക്കണം. നിങ്ങൾ എല്ലാം നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഉന്തി കൊണ്ടുപോകലാണ്. ഞാൻ സ്പീഡ് പോക്കാണ്. ഇവിടെ ഒരു കുന്നായോണ്ട് ഇങ്ങനെ പോകുന്നു, ഞാൻ ഉന്തുന്നില്ല. നയനേച്ചിയും വരുന്നുണ്ട്, എല്ലാവരും നടന്ന് വരുത്താണ്. വണ്ടി കുറച്ച് ഇങ്ങോട്ടാണ് ഉള്ളത്, ഇന്നും കുറച്ചും കൂടി പോയാൽ എത്തും. തളർന്ന് ഞാനിങ്ങനെ ഉന്തി ഭയങ്കര വെയിറ്റ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. നന്ദിച്ച് ക്യാമറയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. കൊണ്ടോ നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട് ഗൈസ് ട്രാവലറിൽ. ഞാൻ കൊന്നുകയും ആളുകളെല്ലാം ഇടിക്കുകയും. ഇപ്പോൾ കണ്ടോ, നമ്മളൊരു ബിൽഡിങ്ങിലെത്തി, നമ്മളങ്ങനെ പാർക്കിലേക്ക് എത്തി. ഞാൻ ആദ്യം നയനേച്ചിൻ്റെ ട്രോളിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോക്കാണ് ഗായ്സ്. കുറച്ച് അങ്ങോട്ടാണ് നമ്മളെ ട്രാവലർ ഉള്ളത്. ഗായ്സ് നമ്മളങ്ങനെ ഇപ്പത്തോ തൊട്ടവിടെയാണ് ഉള്ളത്. നമ്മളിങ്ങനെ നയനേൻ്റെ
അവിടെ കയറിയിട്ട് ഇങ്ങനെ പോകും. നല്ല സുഖമുണ്ട് ഗൈസ്, നടക്കേണ്ട ആവശ്യമില്ല. കുറേ സമയമായി ഗൈസ് ഉണ്ടെന്നു വണ്ടി എത്തിയില്ല. വീട് എവിടെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ പരതിക്കൊണ്ട് അങ്ങനെ നമ്മൾ വണ്ടി എത്തി. ഡ്രൈവർ ബേക്ക് തുറന്നിട്ടുണ്ട്. നമ്മളെല്ലാം കയറ്റിലാണ്. ഞാൻ എന്നിട്ട് ഇതിലിങ്ങനെ ഇരുന്നിട്ടുള്ള കണ്ടോ. എന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് തന്നെ. അപ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് ഇടിച്ചു പോയി ഗൈസ്. കണ്ടോ, ഞാൻ ഇടിച്ചു. ഇങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് സെറ്റായി നമ്മൾ വണ്ടി കയറലാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോക്ക് വെയിറ്റ് ആൻഡ് സീ. ബൈ.